ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഐക്കിയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മൈസൂർ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പാക്കിംഗ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പൊട്ടുന്നൊരു 2-3 ജാറുകളുണ്ട്. അപ്പോൾ അതായിരുന്നു വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു ഹമ്പിലൊക്കെ ചാടുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായത്, എന്തെങ്കിലും ആയിപ്പോവോ പൊട്ടോ എന്നൊക്കെ. പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലെന്തൊക്കെയാണോ പ്രൊഡക്ട്സ് ഉള്ളത് അതെല്ലാം ബില്ലിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുമുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു സാധനം. അപ്പോൾ നമുക്ക് ബോക്സ് കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ഇൻവോയ്സ് ഉണ്ടാവും കേട്ടോ. ഇതിൽ നമ്മൾ എന്തൊക്കെയാണോ ഓർഡർ ചെയ്തത് അതിൻ്റെ ഫുൾ ലിസ്റ്റും ഉണ്ട്, അതിൻ്റെ പ്രൈസും ഉണ്ട്. അപ്പോൾ ഇത് കൊറിയൻ അല്ല, സോറി, കോക്കൻ ജാറാണ്. കോക്കൻ ജാർ അതിൽ തന്നെ 2-3 സൈസിലുള്ളതുണ്ട്. ഐ തിങ്ക് ഇത് ഏറ്റവും വലുതാണെന്ന് തോന്നുന്നു. കോക്കൻ ജാറിലെ ഏറ്റവും വലിയ ജാറാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് പൊട്ടാണ്ട് നോക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവിടെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ 3 ജാറുകളാട്ടോ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ 3ഉം സെയിം അല്ല, 3ഉം ഡിഫറെൻറ്റ് സൈസാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ വലിയതിന് 349, പിന്നെ 300, അതായത് 299, 199. ഇതിൽ അടുത്തത് വരുന്നത് ഇത് സെയിം ജാറിന് വേറൊരു ഷേപ്പിലുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സ് വലിയ വെയിറ്റ് ഒന്നുമില്ല. ഞാൻ ആദ്യം ഈ ജാറുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് വെയിറ്റ് ഉള്ളത്. അപ്പം സെഫിയക്ക് ഇത് തുറന്ന് നോക്കാൻ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടാവില്ല നമുക്കൊരു ബോക്സിൽ എന്താ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ എനിക്ക് അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വണ്ടിയിൽ കൊണ്ടുവരേണ്ടതല്ലേ, അതുകൊണ്ട് മാത്രം സെഫിയ അത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. സെഫിയക്കും സവാദിക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കിയിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ 2-3 സൈസിലും ടൈപ്പിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് ഈ ജാറാണ്, കോക്കൻ ജാർ. ഇതിന് 300, ഇതിന് 300 ആണെന്ന് തോന്നുന്നു, അതിന് 350. പിന്നെ ഇതുപോലെ തന്നെ ഒരു ജാറും കൂടെ ഉണ്ട്, ഇതിനാണ് 200. അപ്പോൾ ഇങ്ങനത്തെ ജാറുകൾ എൻ്റെ അടുത്ത് ഒറ്റ പോലും ഇല്ല. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ റബ്ബറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രസത്തിൽ നമുക്കിത് സീൽ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പോൾ ഒന്നും കയറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്.
ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഫ്രൈങ് പാൻ ആണ്. ഫ്രൈങ് പാൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ബട്ട് സംഭവം പക്ഷേ സാധനം സേഫ് ആണെന്ന് തോന്നുന്നു. ഇതിന് 2 ഫ്രൈങ് പാൻ ഉണ്ട് കേട്ടോ, ഒരു വലുതും ഒരു ചെറുതും. ഇതിന് രണ്ടിനും കൂടെ എനിക്ക് തോന്നുന്നു 799 ഞാൻ മുന്നേയും ഇതുപോലെ രണ്ടാമത്തെ ഫ്രൈങ് പാൻ്റെ പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ 2 ഫ്രൈങ് പാനാണത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു നൈഫ് സെറ്റാണ് കേട്ടോ. ഇതിന് ഇതിന് 200 ആണ്, 200 റുപ്പീസാണ് ഈ നൈഫ് സെറ്റിന്. ഇത് ഞാൻ മുന്നേ ഐക്കയിൽ പോയപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ കാറൊന്നും എടുത്തിട്ടില്ല, നമ്മൾ മെട്രോയിലാണ് ഐക്കയിലേക്ക് പോയത്. ബാംഗ്ലൂരിൽ ബസ്സിന് പോയിട്ട് മെട്രോയിലാണ്. അപ്പോൾ മെട്രോയിൽ അവർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അലൗ ചെയ്യില്ല, സിസേഴ്സ് നൈഫ് ഒന്നും അലൗ ചെയ്യൂല. അപ്പോൾ അവർ ബില്ലിങ്ങിൻ്റെ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ മെട്രോയിലാണോ പോണേന്ന് ചോദിച്ചു. അപ്പം മെട്രോയിലാണെങ്കിൽ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല എന്നിട്ട് എൻ്റെ അടുത്ത് വാങ്ങി വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നൈഫ് വാങ്ങിച്ചു കേട്ടോ. അടിപൊളി നൈഫാണ്. പിന്നെതാ ഈ സാധനം ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ സെക്കൻഡ് ബൈ ആണ്. പിന്നെ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 ആണ്. 399 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ 2 ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഹുക്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ കിച്ചണിൽ ഒരെണ്ണം ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ വേണ്ടിയിരുന്നു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. പിന്നെ ഒരു ബോട്ടിൽ ബ്രഷ്. ഇത് ഏത് ബോട്ടിലിൻ്റെ ഉള്ളിലും നല്ല അടിപൊളിയായിട്ട് കയറും. ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന് 69 റുപ്പീസാണ് ഈ ഒരു ബ്രഷിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്കല്ല, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എനിക്കൊരെണ്ണം വാങ്ങി. പിന്നെ ഇങ്ങനെ ബോട്ടിൽ കഴുകാൻ ബുദ്ധിമുട്ട് പറയുന്ന എൻ്റെ ഉമ്മ, പിന്നെ റിസാൻഖിൻ്റെ ഉമ്മ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവർക്ക് ബോട്ടിൽ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനത്തെ നല്ല ബ്രഷ് ഇല്ലായിട്ട് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ഉമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇതാ ഈ ഒരു സാധനം, ഇതും ഒക്കെ ഈ ഒരു റേഞ്ചിൽ വരുന്നതാട്ടോ. ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല, ഒരു 200 സംതിങ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഇത് നമുക്ക് സ്റ്റോറേജ് ബോക്സ് ആണ് ആക്ച്വലി. പിന്നെ നമുക്ക് ബാത്റൂം ബ്രഷ്, പിന്നെ അതുപോലത്തെ ബാത്റൂമിൽ ക്ലീനിങ്ങിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ട് ഇതും കൊണ്ട് ക്ലീൻ ചെയ്യാൻ പോകാനൊക്കെ പറ്റും, അതിനും പറ്റും. പിന്നെ നമുക്ക് വേറെയും എന്താ പറയുക, കിച്ചണിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എന്തിനു ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സസ് എപ്പോഴും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാറുണ്ട്. ചിലപ്പോൾ ഞാനിത് കുട്ടികളുടെ സ്റ്റേഷനറിക്ക് വേണ്ടിയിരിക്കും ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുക. എന്നാൽ പിന്നെ എല്ലാം കൂടെ ഒരു ഇതിലായല്ലോ, അപ്പം ഇങ്ങനെ പരന്ന് കിടക്കൂലല്ലോ. പിന്നെ ഇതാ ഈ ഒരു സാധനം. ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ കബേർഡ്സ് ഒക്കെ ഇല്ലേ, കബേർഡ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു എക്സ്ട്രാ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ
ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് അതിനകത്ത് വീണ്ടും സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ ഞാൻ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് കബോർഡ് ക്ലോസ് ചെയ്യാം ഇത് വെച്ചാലും. അപ്പോൾ കബോർഡിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കിട്ടും, ടവൽസൊക്കെ വെക്കാനൊക്കെ. അപ്പം അങ്ങനെ ഏകദേശം പിന്നെ ഇതൊരു 15 റുപ്പീസിൻ്റെ ഒരു ബോക്സാണ്. ഇത് നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തൊക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ എത്ര 15 രൂപയാണ് ഒരു ബോക്സിന്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നുള്ളത് ഈ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ പാക്കറ്റ്സൊക്കെ ഓപ്പൺ ചെയ്താൽ പിന്നെ നമുക്ക് അത് തണുത്തു പോവില്ലേ. ഇപ്പോൾ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ അത് തണുത്തു പോവില്ലേ. ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ല രസത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ തണുത്ത് പോകാണ്ട് ക്ലിപ്പ് ചെയ്തിടാൻ പറ്റുന്ന ഭയങ്കര. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നല്ല രസത്തിൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇതന്നെ പല സൈസിലും ഉണ്ട് ഇതിൽ. ഇപ്പം നമ്മൾ വെള്ളപ്പത്തിൻ്റെ പൊടി, പുട്ടിൻ്റെ പൊടി എപ്പോഴൊന്നും വാങ്ങലില്ല. പക്ഷേ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒരുപാട് ദിവസം എനിക്കത് യൂസ് ചെയ്യാനുണ്ടാവും. ചായപ്പൊടിയൊക്കെ ഞാൻ പകുതി ഇട്ട് കഴിഞ്ഞാൽ പകുതി ആ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് വെക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓ മൈ ഗോഡ്. ഇത് ഇങ്ങനത്തെ ക്ലിപ്സാണ്. പിന്നെ ഇതാക്കാം, ആ പാക്കറ്റ് നടുക്ക് വെക്കുക, എന്നിട്ട് ഇത് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു പാക്കറ്റ് ഇത് ചില ക്ലിപ്സ് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ അടയ്ക്കുമ്പോൾ സ്ട്രോങ് അല്ലെങ്കിൽ ഇവിടെ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് ഒരു യൂസും ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ വാങ്ങിച്ചാൽ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കണം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99 റുപ്പീസ് ആട്ടോ. 99 രൂപയാണ് ഈ ക്ലിപ്പിന് വരുന്നത്. ഇഷ്ടംപോലെ ക്ലിപ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒറ്റ ബോക്സ് തന്നെ മതി. പിന്നെ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആകെ 3 ബോട്ടിൽ അതിന് ഓർഡർ ചെയ്തായിട്ട് ഓർമ്മ. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ സൈസിലുള്ള ബോട്ടിൽ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. ഏതായാലും 4 ജാറുകളുണ്ട്, 3 അല്ല 4 ജാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പിന്നെ അതിൻ്റെ വലുത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഐക്യന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇത് ഓരോന്നും ഞാനിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ കുപ്പിയില്ലേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ഗ്ലാസ് ബോട്ടിൽസ്. അപ്പോൾ എനിക്കൊരു പേടി, ഇത് പൊട്ടിപ്പോവോ, എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോവോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ അധികമാണ്. അവർ പൊട്ടാണ്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇത് അപ്പം ഐക്യൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളയ്ക്ക് ഡെലിവറി ഇല്ല കേട്ടോ. ഓൺലി വിത്തിൻ കർണാടക. പിന്നെ ഇനി അതല്ല, നിങ്ങൾക്ക് കേരളയ്ക്ക് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യയിൽ ഡയറക്റ്റ് ബാംഗ്ലൂരാണ് ഐക്യ ഉള്ളത്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു മുംബൈ, ഹൈദരാബാദൊക്കെയാണ്. ഇന്ത്യയിൽ ആകെ 2-3 ഐക്യയുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ദുബായിൽ, ഔട്ട്സൈഡ് ലൈക്ക് ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐക്യയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ബസ്, കാലിക്കറ്റിൽ നിന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് ബസ്സുണ്ട്.
ബസ് പിടിച്ച് നേരെ പോയി കഴിഞ്ഞാൽ മെട്രോയിൽ പോയിട്ട് നാഗസാന്ദ്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്ക് ഐക്യയിലേക്ക് പോകാനുള്ള ഒരു മെട്രോ ആണ്. തിരിച്ച് നമ്മൾ ബസ് സ്റ്റേഷനിലേക്കും മെട്രോ വഴി തന്നെ തിരിച്ചു വരാം. അപ്പോൾ അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഐക്യ വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഐക്യ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ എടുക്കൂട്ടാ. ഒരു ഫുൾ ഡേ നമുക്ക് വേണം. അന്നത്തെ ദിവസം വേറെ പരിപാടികളൊന്നും നടക്കില്ല. പിന്നെ ഭയങ്കര സൗകര്യങ്ങളാണ് അവിടെ. വാഷ്റൂംസും പിന്നെ ഭക്ഷണമൊന്നും അത്ര കോസ്റ്റ്ലി അല്ല. ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഓഫേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ ടീ, കോഫി, പിന്നെ അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഐക്യയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കുറച്ച് ഈസി ആയിട്ട് പോയിട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു വഴി. പിന്നെ അതല്ല, ഡെലിവറി ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്രയും സാധനം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ അവിടുന്ന് നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്താൽ കൊറിയർ ചെയ്ത് തരും. പക്ഷേ കേരളയിലേക്ക് വേറെ തന്നെ താരിഫാണ്. അതായത് ഓരോ സ്ഥലത്തേക്ക് അവരുടെ കൊറിയർ ചാർജിൻ്റെ ഇത് മാറും. എനിക്ക് തോന്നുന്നു 10 കിലോക്ക് 500 രൂപ അങ്ങനെ എങ്ങാണ്ടാണ് സ്റ്റാർട്ടിങ്. പിന്നെ 20 kg ഞാൻ മുന്നേ പോയപ്പോൾ നോക്കിയൊരു ഓർമ്മ അതാണ്. അപ്പോൾ അങ്ങനെയാണ്. നമുക്കിനി ഒന്നായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പിന്നെ പോകുമ്പോൾ ഒരു ട്രോളി, വലിയ ട്രോളിയോ കാലി ട്രോളി ഒക്കെ ആയിട്ട് പോയാൽ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. നമുക്ക് കവർ ചെയ്യാനുള്ള പേപ്പേഴ്സൊക്കെ അവിടെ തന്നെ കിട്ടും. ഇങ്ങനത്തെ പേപ്പേഴ്സ് അല്ല, ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും പൊട്ടുന്ന സാധനങ്ങളൊക്കെ കവർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ട്രോളിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ സുഖമായിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് ലാഭിക്കാം. ഇനി അതെല്ലാം നമുക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കൊറിയർ ചെയ്യാം. കാരണം വലിയ വലിയ കട്ടിലുകൾ, സിംഗിൾ കട്ടിൽ, പിന്നെ അങ്ങനെ ഫേർണിച്ചേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ വാങ്ങി ഇത്രയും സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ് ക്യാരി ചെയ്യാൻ. അപ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറിയർ ചെയ്യാം. അങ്ങനെ കൊറിയർ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് സ്പെഷ്യൽ ചാർജസ് വരുന്നുണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ മൈസൂർ സെഫിയ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ സെഫിയനെ കാണാൻ പോയില്ലേ. സെഫിയ മൈസൂരാണ്. അവിടെ ഫ്ലാറ്റൊക്കെ ആയിട്ട് സെറ്റിൽഡാണ്. അപ്പോൾ സെഫിയൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി അഡ്രസ്സ് സെഫിയൻ്റെ കൊടുത്താണ്. അപ്പം മൈസൂരത്ത് നമ്മൾ ആ ഒരു പിൻകോഡ് അടിക്കുമ്പോൾ അവർ പറയുമ്പോൾ ഡെലിവറി പോസിബിൾ ആണോ അല്ലേ എന്നൊക്കെ. കേരളയിലേക്ക് ഡെലിവറി പോസിബിളേ അല്ല. കേരളയിലേക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പിന്നെ അവരെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പാഴ്സൽ ചെയ്യാൻ പറയണം. ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ചെയ്യണമെങ്കിൽ ഓൺലി വിത്തിൻ കർണാടക. അപ്പോൾ മൈസൂരിൽ സെഫിയ ഉണ്ടായതുകൊണ്ട് സെഫിയൻ്റെ അഡ്രസ്സാണ് ഞാൻ കൊടുത്തത്. പറഞ്ഞ സമയത്തിനും 2 ദിവസം മുന്നേ അവിടെ എത്തിയതുകൊണ്ടാണ് എനിക്കിപ്പോൾ പ്രാവശ്യം പോയപ്പോൾ അത് എടുത്തിട്ട് വരാൻ പറ്റിയത്. അല്ലെങ്കിൽ സെഫിയ എപ്പോഴാണോ വരുന്നത് അപ്പം കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഞാനിത് ജസ്റ്റ് ഒരു ട്രയൽ നടത്തിയതാണ്. കാരണം ഞാൻ അധിക സാധനങ്ങളും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് ക്രോക്കറീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറില്ല. ഒക്കെ എൻ്റെ വീട് കൂടിയപ്പോൾ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങാൻ ഭയങ്കര റെയറാണ്. വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം സെറാമിക് കപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയുള്ളൂ. പക്ഷെ അതും ഇങ്ങനെ നമ്മൾ മക്കളൊക്കെ എടുക്കുമ്പോഴും അങ്ങോട്ട് വീണ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ അധികം ഇങ്ങനെ ഓർഗനൈസേഴ്സൊക്കെ ഞാൻ ഐക്യന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രയൽ ചെയ്തതാണ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഐക്യ സ്റ്റോറിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിടെയുള്ള സാധനങ്ങൾ ഫുള്ള് കാണാം, എന്നിട്ട് നമുക്ക് പിക്ക് ചെയ്യാം എന്താണോ വേണ്ടിയത്. പക്ഷേ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളൊരു പരിചയം വേണം. അതായത് ഇപ്പോൾ ഈ സാധനം വേണമെങ്കിൽ ബോട്ടിൽ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബോട്ടിൽ ബ്രഷും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഐക്യ സ്റ്റോറിൽ പോയവർക്കറിയാം അതിൻ്റെ ലാസ്റ്റിലേക്ക് ഉണ്ടാകും കുറച്ച് സാധനങ്ങൾ നല്ല ഡിസ്കൗണ്ടിലായിട്ട്. അതായത് നമ്മൾ ബില്ലിങ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ബില്ലിങ്ങിന് തൊട്ട് മുന്നേ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവും നല്ല വില കുറവായിട്ടുള്ള. നാച്ചുറലി അത് അവരുടെ ബിസിനസ് ട്രിക്കാണ്. നമ്മളത് കാണുമ്പോൾ വില കുറവല്ലേ വെച്ചിട്ട്
2 3 നമ്മൾ എടുത്തിട്ട് വെക്കും. അപ്പോൾ ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ട സാധനങ്ങളാണ്. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആ കാറ്റഗറിയിൽ പെട്ട സാധനങ്ങളാണ്, ഈ ക്ലിപ്സൊക്കെ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളൊരു ഐക്യ സ്റ്റോറിൽ പോയിട്ടുള്ളൊരു പരിചയം വേണം. അതായത് നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് നല്ല അറിവ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഈ സാധനം അടിച്ചു കൊടുത്താൽ അതിൻ്റെ പിക്ചറും ഡീറ്റെയിൽസൊക്കെ വരും, നമുക്കത് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഗാലറി പോലെ ഇങ്ങനെ അവരെ സാധനങ്ങൾ അവർ ഇട്ടിട്ടില്ല. നമ്മൾ സെർച്ച് ചെയ്യണം നമുക്ക് എന്താ വേണ്ടി. ഫേർണിച്ചറാണോ, ബെഡ്ഷീറ്റാണോ, പില്ലോ കേസാണോ, പിന്നെ അത് ആക്സസറീസ് ആണോ. ഇപ്പം സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതല്ല വരിക. ഇതൊക്കെ ഗ്ലാസ് ജാർ എന്ന് പറഞ്ഞാലും ഇതല്ല വരിക. പിന്നെ ഇതിന് ഞാൻ സീൽഡ് ഗ്ലാസ് ജാർസ്ന്നോ അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ടാണ്. കാരണം എനിക്കിത് വേണമെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് സാധനം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് വാങ്ങി പരിചയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ നല്ല സുഖമായിട്ട് വാങ്ങാം. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂരോ മൈസൂരോ പിന്നെ അങ്ങനെ വിത്തിൻ കർണാടക ആ ഒരു സ്റ്റേറ്റിൽ വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓർഡർ ചെയ്യാം. അങ്ങോട്ടേക്ക് അവരെത്തിക്കും. അതും ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ എൻ്റെ ഷിപ്പിംഗ് ചാർജ് വന്നത് 99 റുപ്പീസോ 97 റുപ്പീസ് എങ്ങാണ്ടാണ് ഈ ഇത്രയും സാധനങ്ങൾക്കുള്ള ഷിപ്പിംഗ് വന്നത്. പിന്നെ അപ്പോൾ അതാ പറഞ്ഞ താരിഫ് ഭയങ്കര ഡിഫറൻസ് ആണ്. വിത്തിൻ ബാംഗ്ലൂർ അല്ല വിത്തിൻ കർണാടക ആണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. വിത്തിൻ ബാംഗ്ലൂർ ആണെങ്കിൽ അതിലും ചീപ്പാണെന്ന് തോന്നുന്നു. പിന്നെ പക്ഷേ നമ്മളെ കേരളയ്ക്ക് ഡെലിവറി ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ഇല്ല. നമ്മളവിടെ പോയി നമ്മൾ സാധനങ്ങൾ ചൂസ് ചെയ്ത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഐക്യയിലൊക്കെ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 1 ഡേ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. നോക്കി വാങ്ങിക്കുക. കണ്ടാൽ ചിലപ്പോൾ എല്ലാം വാങ്ങിക്കാൻ തോന്നും, അങ്ങനെ വാങ്ങിക്കണ്ട. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് വരട്ടെ നോക്കട്ടെ. കാരണം അവിടെ വലിയ വുഡൻ ചോക്ക് ബോർഡ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ അടുത്ത് ലുലു എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. അപ്പം ഇപ്പം അങ്ങനെ പോട്ടെ, ഇനി ആവശ്യം വരുമ്പോൾ വാങ്ങിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ വാങ്ങിക്കാണ്ടിരുന്നത്. അപ്പോൾ സംഭവം ഭയങ്കര സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഐക്യന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇനി ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ മൈസൂരിൽ നിന്ന് വരുമ്പോൾ കുറച്ചും കൂടെ സാധനങ്ങളുണ്ടായിരുന്നു ഇത് കൂടാണ്ട്. അപ്പം ഞാൻ അത് വേറൊരു വീഡിയോയിലാക്കിയിട്ടിടാം. ഇതൊരു എക്സ്ക്ലൂസീവ് ഐക്കിയ ഹോൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.